ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലിട്ട്. ഇവിടെ നിന്ന് നമ്മൾ നേപ്പാളിലേക്കാണ് പോണത്. നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്ര, ഇന്ത്യക്ക് പുറത്തേക്കുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത് കേട്ടോ. സൈക്ലിങ്ങും മൗണ്ടൻ ബൈക്കിങ്ങും ഉപജീവന മാർഗമാക്കി സൈക്കിളിൽ ഓഫ് റോഡ് ചെയ്യണതൊക്കെ അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകും. അപ്പോൾ അതൊക്കെ അവരുടെ ഉപജീവന മാർഗമാക്കി താമസിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഗസ് അടിച്ചിട്ടുണ്ടാവും കൂടുതലും പേര്. സോ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത് കേട്ടോ, ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ നിന്ന് നമ്മൾ ചെക്കിനും കാര്യങ്ങൾ, ഇമിഗ്രേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലാം പാസ് ചെയ്തിട്ട് വേണം കേട്ടോ. ലൈറ്റ് അവിടെ നിന്നാണ്, അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ പിടിക്കുന്നത്. പാസ് ചെയ്തിട്ട് വേണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 1A 1B 2B 3B എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഇതുകളുണ്ട് കേട്ടോ. ഞാൻ ഡിജി യാത്രയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കണം. എൻ്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റാണ്, അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ എക്സൈറ്റ്മെൻറ്റ് കാരണം ഒപ്പിക്കുമെന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും എനിക്ക് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. സോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ അഭിപ്രായങ്ങളും എന്താണെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ എയർപോർട്ടിൽ കയറാനുള്ള പരിപാടികൾ നോക്കാട്ടെ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ടിക്കറ്റും കാട്ടി കൊടുത്തു, പാസ്പോർട്ടും കാട്ടി കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരു ആനേനൊക്കെ കാണാം. പിന്നെ ഫ്ലൈറ്റ് ചെക്കിൻ ഇൻഫോർമേഷൻ ആദ്യം വന്ന് കയറുമ്പോൾ ഇത് തന്നെയാണ്. ഇതിലിപ്പോൾ എന്താ നോക്കേണ്ടതെന്ന് എനിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 1:40 അപ്പോൾ 13:40. അപ്പോൾ ആ 13:40 ഇൻഡിഗോയിലാണ് പോണത് കേട്ടോ. അത് മാറി നിൽക്കുന്നുണ്ടല്ലേ. എന്നിട്ട് പിന്നെ ഇവിടുത്തെ റോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഏത് റോലാണ് പെർ അഡൾട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തപ്പി കണ്ടുപിടിച്ചിട്ട് 1:40 ഇത് ഏതിലാണ് ചെക്കിൻ ഓപ്പൺ ആയോ കാര്യങ്ങളൊക്കെ നോക്കാട്ടോ. ഇതിൽ ഇങ്ങനെ ഫൈനലി നമ്മുടെ ബോർഡിംഗ് പാസും സാധനങ്ങളും എല്ലാം കയ്യിൽ കിട്ടി. എൻ്റെ ഒറ്റൊരു ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബാഗ് അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞു. തൂക്കി പോലും നോക്കിയില്ല കേട്ടോ. 7 കിലോ ആണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണത്, കയ്യിൽ വയ്ക്കാൻ പറ്റണത്. അപ്പോൾ ആ ബാഗ് തൂക്കി നോക്കാനൊന്നുമില്ല, എനിക്ക് തൂക്കി നോക്കുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് എൻ്റെ മുന്നിലുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ ഒരു പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ, എന്നിട്ട് മസാലപ്പൊടി. അത് ഏതൊരു ഇതിൽ വെച്ച് ഡിറ്റക്റ്റ് ചെയ്തിട്ട് സാധനം അവർ നോക്കിയിട്ടാണ് സിമ്പിളായിട്ട് വേറെ വല്ല പൊടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധനം ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു സംഭവം. അത് അങ്ങനെ സെക്യൂരിറ്റിയൊക്കെ ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബോർഡ് എവിടെ ഡൽഹി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിങ്ങിൽ ഡ്യൂട്ടി ഫ്രീ ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നത്. എല്ലാം എനിക്ക് ആക്ച്വലി 1:40 ഇത് വരണത് കേട്ടോ. ഇപ്പോൾ സമയം 10 മണിയായിട്ടുള്ളൂ. ഞാൻ കാട്ടി തരാം ഗൈസ്, 10 മണിയായിട്ടുള്ളൂ കേട്ടോ. അതെ, 10 മണി ആവണുള്ളൂ. സോ ഇവിടെ ഫുള്ള് കിട്ടുന്ന ഇങ്ങനെ കറങ്ങാം. ഇത് കുപ്പികളുടെ സെക്ഷനാണ് കൊണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, നോക്കി കുപ്പികളുടെ സെക്ഷൻ. ഞാൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, മഞ്ഞനാണ്, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാട്ടണോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി കുപ്പികളുടെ ഫുള്ള് സെക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി ഇവിടെ വീഡിയോ എടുക്കാൻ പുറത്താക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എത്ര രൂപ? 6000 രൂപ. കുപ്പികൾ നല്ല ഭംഗിയുള്ള കുപ്പികളുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വെളിച്ചെണ്ണ ഇട്ട് വയ്ക്കാൻ പറ്റിയ കുപ്പിയത്. പക്ഷേ 4500 രൂപ കൊടുക്കണം. ഓ അതെ, ഇതൊക്കെ ഫെററോ റോഷോ മിഠായിലല്ല, ഇതല്ല വേറെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ ദൈവമേ, കുപ്പികളൊക്കെ നോക്കിയാൽ ഫുള്ള് കുപ്പികൾ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നോക്കി ഗൈസ്, ഇത് ഗൂഷിയുടെ ഇതാണ് കേട്ടോ. ഇത് സ്പ്രേ തന്നെയാണ്. ഇനി മൂത്തേക്കാണ്. എക്സ്ക്യൂസ് മീ, ഇസ് സ്പ്രേ? ഫേസ് സ്പ്രേയാ? മൂത്തടിക്കുന്ന സ്പ്രേയാ ഗൂഷിയുടെ? വേണ്ട ഗൈസ്, ചിലപ്പോൾ പാണ്ടു വല്ലതും വരും കേട്ടോ. ആ നോ, ജസ്റ്റ് ലുക്കിംഗ് ഗുഡ് സ്പ്രേസ്. അതൊക്കെ അത്രേ ഉള്ളൂ. സ്പെസിഫിക് ഐറ്റമൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ കാണുന്നത് എൻ്റെ പന്തം കണ്ട പെരിച്ചായിയുടെ പോലെയാണ് കേട്ടോ. എല്ലാം കിടന്ന് ഞാൻ ഓടി നടന്ന് കാണാം കേട്ടോ. എൻ്റെ പൊന്നേ, കുപ്പികളല്ല കേട്ടോ, ഇങ്ങനത്തെ ചെറിയ കുപ്പികളും കിട്ടും. എബ്സലൂട്ട് വോഡ്ക, ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽസും കിട്ടും കേട്ടോ. ഒന്ന് മധുരം പിടിക്കാൻ. എൻ്റെ ദൈവമേ, ഓഫർ പ്രൈസ് 1750, 50 ml. ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 590 രൂപ കേട്ടോ. ഒരു യൂണിറ്റ് ഒരു പെഗ് അങ്ങനെ ഉണ്ടാവും, കണക്കുണ്ടാവും കേട്ടോ. ഇത് ഫുള്ള് അങ്ങനത്തെ ഇതുകളാണ് കേട്ടോ. ഗൈസ്, ഇവിടെ നോക്കിയൊക്കെ ലോഞ്ച് ആക്സസ് സ്പാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിച്ചു കേട്ടോ. വായിക്കണേക്കാട്ടും ഇപ്പുറത്ത് നോക്കി. എൻ്റെ ഈശോ, നോക്ക് ഫുള്ള് ഫ്ലൈറ്റിൻ്റെ ഇതൊക്കെ ഇവിടെ കാണണ്ട. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് എത്ര അടുത്ത് കാണണം കേട്ടോ. എൻ്റെ പിന്നെ വിസ്താര കിടക്കുന്നുണ്ട്, അവിടെ എയർ ഇന്ത്യയുടെ കിടക്കുന്നുണ്ട്. എയർ ഇന്ത്യ ഫാൻസ് ആരെങ്കിലും, എയർ ഇന്ത്യ അവിടെ കിടക്കുന്നുണ്ട്. ഈ വിമാനങ്ങളുടെ
കുറേ ഫ്ലൈറ്റിൻ്റെ ഫാൻസ് ഉണ്ട് കേട്ടോ. ഫ്ലൈറ്റ് പ്രാന്തന്മാരെന്നൊക്കെ പറയില്ല, അതുപോലെ ഇതിൻ്റെ താഴെയൊക്കെ ഇത് ഫുഡോ അല്ല ലഗേജാണ് കേട്ടോ. അത് ഫുള്ള് ലഗേജും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒരു വട്ടം എനിക്ക് ലഗേജിൽ ആക്ച്വലി കൊണ്ടുവരാനുള്ളത്, ഒരു വട്ടം എനിക്ക് നമ്മുടെ സൈക്കിൾ കൊണ്ടുവരണമെന്നുണ്ട് കേട്ടോ. സൈക്കിൾ കൊണ്ടുവന്നിട്ട് ചെയ്യണമെന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ കാര്യം ആദ്യം മനസ്സിലാക്കി ഓരോന്ന് പഠിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ ലോഞ്ച് ആക്സസും കാര്യങ്ങളൊന്നും നമുക്കില്ല കേട്ടോ. എൻക്ലെയിം ലോഞ്ച് അങ്ങനെ എന്തൊക്കെയോ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഓരോന്ന് കാട്ടി കൊടുത്തുകൊണ്ടിരിക്കേണ്ട. ലൈക്ക് ആദ്യമായിട്ടല്ല ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ മിഠായികളുടെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഓരോന്നിൻ്റെയും വിലയൊന്നും അറിയാറില്ല. ഓരോരുത്തർ അങ്കിളുമാരൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിനൊക്കെ 1800 രൂപയാണ് കേട്ടോ. ടോബ്ലറോണിൻ്റെ മിഠായിക്ക് 1800 രൂപ. പിന്നെ ഈ സാധനം എന്തിട്ടാന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഇത് ഒരു പാക്കറ്റിന് എത്രയാണെന്ന് അറിയില്ല. 4 എണ്ണം 3900 4000 രൂപ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു 4 പാക്കറ്റ് ട്രാവൽ പാക്ക്. എൻ്റെ എന്തൊരു സംഭവം എനിക്ക് മനസ്സിലായില്ല. ബൈറ്റ്സ് പോലത്തെ എന്തോ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത്രയൊക്കെ വിലയുണ്ട് ഈ സാധനങ്ങൾക്ക്. പിന്നെ കുപ്പികൾ ഞാൻ കാണുന്നില്ല. കുപ്പികൾ കണ്ടുപിടുത്തു കുറേ കുപ്പികളായി. ഇതൊക്കെ ഒരു പാക്കറ്റിന് 1650 രൂപ ഒരു പാക്കറ്റിന് കേട്ടോ. ടോബ്ലറോൺ. പിന്നെ ഫെററോ റോഷറിന് ഒരു ഇതിന് 3000 രൂപ. അവർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 3000 ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കിൻഡർ ജോയ്. പിന്നെ മിഠായികൾ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്നിട്ട് സംഭവം ഇതിനൊക്കെ എത്ര രൂപ? 1740 1900 കേട്ടോ അവരുടെ പ്രൈസിൻ്റെ. 2 എണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1740 കൊടുത്താൽ മതി. പിന്നെ സ്കോട്ട്ലാൻഡിലത്തെ എന്തിട്ടുണ്ട്? സ്കോട്ട്ലാൻഡിലത്തെ മതി കേട്ടോ. ടീച്ചേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട് ബ്രാൻഡ്. പിന്നെ വേറെ എന്തിട്ടാ? പിന്നെ കുറേ മിഠായികളുണ്ട് കേട്ടോ. 2000 രൂപയ്ക്ക് ഇങ്ങനത്തെ മിഠായികൾ. ഇതിൻ്റെയൊക്കെ വില കേൾക്കുമ്പോൾ എനിക്ക് ഇതാവണം. ദൈവം ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള മിഠായികളാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇത്ര വിലയുടെ. ഇതേ ഓറിയോ മിനി ഇതിന് എത്ര രൂപ? ഓൺ പർച്ചേസ് ഓഫ് 2 ഒരെണ്ണത്തിന് ഇത് ഒരു യൂണിറ്റ് പ്രൈസ് 1140 രൂപ. 1140 രൂപ. എൻ്റെ ദൈവമേ അടിപൊളി സംഭവം കൊള്ളാട്ടോ. അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ ചൂയിങ്കം വല്ലതും ഷുഗർ ഫ്രീ സാധനങ്ങൾ വല്ലതും കിട്ടുകയാണെങ്കിൽ നോക്കി നോക്കണം. പർച്ചേസ് 3 എണ്ണം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 എണ്ണത്തിന് 2880 രൂപ. 2850 രൂപയുള്ളൂ 3 എണ്ണത്തിന്. ഒരു യൂണിറ്റിന് 1440 രൂപ. സ്കിറ്റൽസും M&Mഉം. അത് എന്താ നിങ്ങളുടെ അതെ ഈ സാധനമൊക്കെ ഞാൻ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ചെപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ മാൾട്ടീസേഴ്സിൻ്റെ ഇതിന് 2370. ദൈവം ഈ ചെപ്പ് വീട്ടിലുണ്ട്. ചെപ്പ് കൊടുത്താൽ കിട്ടാവോ? ഫാമിലി സൈസ് 1380 രൂപ. ഇത് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. 3 എണ്ണത്തിന് 2880 രൂപ. ഒരു യൂണിറ്റിന് 1440 രൂപ. ലാഭമാണോ നഷ്ടമാണോ ഗൈസ്? അങ്ങനെ എന്താ കോഫി ബീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഫി ഷോപ്പിൽ വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ സംഭവം ഞാൻ കാട്ടിത്തരാം. ഇത് ആക്ച്വലി നിങ്ങൾ കണ്ട ഈ സാധനം 262 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പീച്ച് ഫ്ലേവറുള്ള ഒരു ഐസ്ഡ് കോഫിയാണ് കേട്ടോ ഈ സാധനം വരുന്നത്. സംഭവം എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അതെ കാലത്ത് ഞാനൊരു ഒണിയൻ ഊത്തപ്പം മാത്രമേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനെന്തായാലും ഒരെണ്ണം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടു. നമ്മൾ നേപ്പാൾ കാഠ്മണ്ഡൂരിലേക്കാണ് ഫ്ലൈറ്റ് എടുത്തത്. അവിടെ 3:30-ക്കാണ് എത്തിച്ചേരാട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത മണ്ടത്തരം ഇനി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് 5 ദിവസം മുന്നാണ് നേപ്പാൾ ട്രിപ്പിൻ്റെ പ്ലാൻ ആയത് കേട്ടോ. 5 ദിവസം മുന്നേ. കാരണം അവിടെ ഒരാളെ കാണാനും അങ്ങനെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വരുന്ന വീഡിയോസിൽ അറിയും. ആളുടെ ചാനലിൽ കൂടിയും എല്ലാം അറിയാൻ ചാൻസസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല. അത് ഞാൻ സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. സോ 5 ദിവസം മുന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഈ മാസം തന്നെ പോകണമെന്നുണ്ടായിരുന്നു. 20-ാം തീയതി കഴിഞ്ഞിട്ട് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ പെട്ടെന്ന് എനിക്കത് 15-ാം തീയതി നേപ്പാളിൽ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഫ്ലൈറ്റിൻ്റെ എന്താണ് സംഭവം എനിക്ക് പരിചയമില്ല. അപ്പോൾ ഞാൻ വേഗം കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഗോരഖ്പൂർ, തൃശ്ശൂരിൽ നിന്ന് ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ്, അത് നമുക്ക് ഗോരഖ്പൂർ വരെ പോവും. അവിടെ നിന്ന് നമുക്ക് ബസ് എടുത്തിട്ട് നേപ്പാൾ കാഠ്മണ്ഡൂരിലേക്ക് പോവാം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. സെക്കൻഡ് പ്ലാൻ വന്നത് പെട്ടെന്ന് അത് മാറിയിട്ട് ഡൽഹിക്ക്, എനിക്ക് തോന്നുന്നു രപ്തിസാഗർ ഗോരഖ്പൂർക്ക് ടിക്കറ്റ് കിട്ടാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു, തൃശ്ശൂരിൽ നിന്ന് ഡൽഹിക്ക് എടുത്തു കേട്ടോ. ഡൽഹിയിൽ നിന്ന് ഇവിടെ നിന്ന് എനിക്ക് നേപ്പാളിലേക്ക് 4500 രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ചെയ്ത മണ്ടത്തരം, എനിക്ക് നേരത്തെ ബുക്ക് ചെയ്ത കാരണം, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത കാരണം റെയിൽവേ ടിക്കറ്റ് കിട്ടിയില്ല, ജനറലാണ്. അത് ഒന്നാമത്തെ മണ്ടത്തരം. അത് കുറച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. വേറെ ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത് 4500 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഒരു 500 രൂപ കൺവീനിയൻസ് ഫീ കാര്യങ്ങൾ അതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ 5000
രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതിൻ്റെ കൂടെ ഒരു 3000 രൂപയാണ് കൂട്ടിക്കഴിഞ്ഞാൽ 4000 രൂപയാണ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് കാഠ്മണ്ഡൂർക്ക് ഫ്ലൈറ്റിന് കിട്ടുക. അതായിരുന്നു എനിക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ, നല്ലൊരു ഇത് ഞാൻ ചെയ്യേണ്ടത്. അതെനിക്ക് കിട്ടിയത് ഞാൻ ചെയ്ത മണ്ടത്തരമാണ് കേട്ടോ. എൻ്റെ ഒരു ഉറക്കം പോയി, കുറേ ടയേർഡായി, കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാണ്ട് സ്ലീപ്പറിൽ ഓൾമോസ്റ്റ് ജനറൽ പോലെ തന്നെ കേട്ടോ. ഒരു രാത്രിയിലത്തെ കാര്യം കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അതൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്താൽ മതിയായിരുന്നു. 9000 രൂപ. കാരണം 2800 രൂപയാണ് സ്ലീപ്പർ കോച്ചിന് വരണത്, അല്ല തേർഡ് AC ക്ക് വരണത്. അതായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് 2 ദിവസത്തെ ട്രെയിനിലത്തെ ഫുഡും കൂട്ടുമ്പോൾ ഒരു 2500 പിന്നെ ഒരു 1000 രൂപ അത്ര ചേഞ്ചേ വരണുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് മണ്ടത്തരം പറ്റിയത്. നിങ്ങൾ നേപ്പാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റാണ് താല്പര്യമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഫ്ലൈറ്റ് കാഠ്മണ്ഡുവിൽ നോക്കുക, എന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്താൽ മതി. ട്രെയിൻ ടിക്കറ്റ് നോക്കുക. കാരണം ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ ട്രെയിനിൽ വന്ന് ഡൽഹിയിൽ ഇത് ഫ്ലൈറ്റിൽ കയറി പോകുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവട്ടെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഇതെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു കണ്ടൻറ്റ്, ഒരു എക്സ്ട്രാ വീഡിയോ കിട്ടി. അത് ബെനിഫിറ്റ് ആവുന്നില്ല, പക്ഷേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകും. അതിൽ വലിയ ഗുണമൊന്നുമില്ല. വീഡിയോ ചെയ്യാം, വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം. ട്രെയിൻ കയറി ഡൽഹി വന്ന് ഡൽഹി ഇത് ഫ്ലൈറ്റ് എടുത്തു. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്താൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു മണ്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ് ടീ കോഫിയും കുടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ്. അങ്ങനെ സമയം 1 മണിയായിട്ടാ. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് 19A എന്ന് പറഞ്ഞ ഗേറ്റാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ ഈ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് 19A ഫ്ലൈറ്റിൽ കയറാൻ കേട്ടോ. ഫസ്റ്റ് ഫ്ലൈറ്റ് ഗൈസ്. എൻ്റെ ദൈവമേ, നല്ല ത്രില്ലിലാണ് കേട്ടോ. എനിക്കറിയില്ല, എന്തായാലും നോക്കി നോക്കാം. ഇത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ. അവിടെ ഒരു വിസ്താരയുടെ ഇത് കിടക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലണുള്ളൂ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാനുണ്ട്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക്, ഒരു പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണേ. ഒരു പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് ഇത് അതിൻ്റെ ഉള്ളിൽ എയർ ഹോസ്റ്റസും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിത് വെയിറ്റ് ചെയ്ത് വെക്കണം, ഓരോരുത്തരെ. ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കണം, ഏതാ സീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ എന്തെങ്കിലും പോരായ്മ താഴെ കമൻറ്റ് ചെയ്യുക, നല്ലതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടോ. സോ ഉള്ളി കയറട്ടെ. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. ദൈവമേ, അടിപൊളിയിട്ടാ. ഇതിൻ്റെ സീറ്റ് നമ്പർ എവിടെയാ കാണാം? അയ്യടാ, സീറ്റ് നമ്പർ എങ്ങനെയാ? ഒരിക്കലും എഴുതി വെച്ചിട്ടില്ല കേട്ടോ സീറ്റ് നമ്പറൊന്നും. അയ്യോ, സീറ്റ് നമ്പർ എങ്ങനെ കാണാം? ഞാൻ വിൻഡോ സീറ്റ് 500 രൂപ കൊടുത്ത് എടുത്തിട്ടുണ്ട്. സീറ്റ് നമ്പർ തപ്പട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റ് വരുന്നത്, 27A. എൻ്റെ മോനെ, കേറി മക്കള്. ഇത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പൊങ്ങി ആകാശത്തിൽ കൂടെ പോവും. ഇവിടുത്തെ പ്ലീസ് ഫാസ്റ്റൻ സീറ്റ് ബെൽറ്റ്. എന്താ ഇവിടെ എന്തെങ്കിലും വെക്കാനുള്ളൊരു ടേബിൾ ഉണ്ട് കേട്ടോ, ചെറിയൊരു ടേബിൾ ഉണ്ട്. പിന്നെ എന്നിട്ട് 17 years ഓഫ് കണക്ഷൻ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബസ്സിലിരിക്കണേക്കാട്ടും ഇതുണ്ട്, ലെഗ് സ്പേസ് ഉണ്ട്. ഇത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഓരോന്നും തപ്പട്ടെ കേട്ടോ എന്തൊക്കെയുള്ളത്. ഇത് എന്നിട്ട് ഒരു ഫ്ലൈറ്റിൽ നിന്ന് ചാടാനുള്ള ഇതുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ. ഇത് എന്നിട്ടാ എന്തോ പരസ്യത്തിൻ്റെ എന്തായിരുന്നു, എനിക്ക് പറഞ്ഞത് നേപ്പാളിൻ്റെ വല്ലതാണോ ആക്ച്വലി. അങ്ങനെ എന്തോ സംഭവം, എന്തോ ഒരു പരസ്യത്തിൻ്റെ ഒരു ബുക്ക് കിട്ടാം. ഹലോ 6E എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അവിടെ ഇരിക്കട്ടെ. സീറ്റ് ബെൽറ്റ് എവിടെയാണ്? ഇതാണ് സീറ്റ് ബെൽറ്റ് പറഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെ ഇടണേ? ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാമെന്നുണ്ട് കേട്ടോ. ഞാൻ ഇട്ട് നോക്കട്ടെ, അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ഒന്ന് ഇടിയിപ്പിക്കേണ്ടി വരും. എയർ ഹോസ്റ്റസ് ഒന്ന് ഇട്ടിരും നോക്കട്ടെ. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. ലോക്ക് ചെയ്യണത്, അയ്യോ അൺലോക്ക് എങ്ങനെ ചെയ്തത്? അൺലോക്ക് ചെയ്യണത് ഇതിങ്ങനെയാണെന്നുണ്ട് കേട്ടോ. അൺലോക്ക് ചെയ്യണത്, അയ്യോ അത് തൊട്ടപ്പുറത്തെ ആൾക്കാർക്ക് ചോദിച്ചു നോക്കാം കേട്ടോ എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടതെന്ന്. എന്തായാലും കൊള്ളാം ഗൈസ്. ഇത് 2 ചില്ലുണ്ട് കേട്ടോ, ഒരെണ്ണം അവിടെയുണ്ട്, ഒരെണ്ണം പുറത്തുണ്ട് കേട്ടോ. ഇത് കൊള്ളാം. പിന്നെ ഇവിടെ എന്തോ ഒരു ഹോളുണ്ട്, ചെറിയൊരു ഹോളുണ്ട് അറ്റത്ത്. കൊള്ളാം ഗൈസ്. അടച്ചു തുറന്നു. അവിടെ വേറെ എയർ ഇന്ത്യയുടെ ഇത് കിടക്കുന്നുണ്ട്. ഇനി ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങട്ടെ കേട്ടോ. ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങിയിട്ട് എടുക്കാം. മേലെ എങ്ങനെയാണെന്ന് അറിയില്ല. സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. ഞാനിപ്പോൾ ഇതിൻ്റെ ടോയ്ലറ്റിലാണ്. എനിക്ക് പേടിച്ചിട്ട് മൂത്രമൊഴിക്കാൻ പറ്റി. മൂത്രമൊഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി 2 മണിക്കൂർ മൂത്രമൊഴിക്കാണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഹാൻഡ് വാഷ് ഉണ്ട്, ഈ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യുക?
സ്പ്രേ ആയിട്ടാണ് കേട്ടോ. വെള്ളം കളയണ്ട. പിന്നെ ചെറിയ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ടിഷ്യൂ ഉണ്ട്, വേസ്റ്റ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊള്ളാം. ഇത് ഫ്ലഷ്. സോ ഫുൾ ത്രോട്ടിൽ കൊടുത്തുവിട്ട ആള് പൈലറ്റ്. ഇതേ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇതേ അല്ല വണ്ടി അല്ലല്ലോ പ്ലെയിൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തുവിട്ട. ദൈവമേ കൊള്ളാം ഗൈസ്. സൈക്കിള മറ്റേ കാറിലൊക്കെ ഫുൾ ത്രോട്ടിൽ അതുപോലെ തന്നെ പൊന്നി. ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ടാ. കൊള്ളാം. ഇപ്പൊ പൊങ്ങും സാധനം. ഇപ്പൊ പൊങ്ങും കേട്ടാ. എന്റെ ദൈവം ഒറ്റടിക്കാട്ടാ. എനിക്ക് ഞാനിപ്പോ നിക്കണത് ഇങ്ങനെയാണ് കേട്ടാ. ഇതിങ്ങനെ ഞാനിപ്പോ നിക്കണത്. ദൈവമേ പൊങ്ങിട്ടാ തീരാ. ഈശോ അതെന്നിട്ടാ അവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടിട്ടാ. ഇതാണ് ഡൽഹി സിറ്റി. ഇതാണ് കേട്ടാ ഡൽഹി സിറ്റി. എൻ്റെ പൊന്നെ അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. കാണാൻ നല്ല ഭംഗിയുണ്ട് ഡൽഹി. നോക്കി ഇവിടുന്ന് മേലെ നോക്കുമ്പോഴേ എൻ്റെ അമ്മേ. വണ്ടർലയില് റൈഡിന് കയറിയോണായിട്ട് കേട്ടോ. ഇങ്ങനൊരു സാധനം ഇല്ലേ. പക്ഷെ നമ്മൾ ഇതായതുകൊണ്ട് എയറിലായതുകൊണ്ട് എനിക്ക് അനങ്ങാൻ പേടിയാവണ്. എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അനങ്ങാൻ കഴിച്ചു. എനിക്ക് ഇപ്പൊ അനങ്ങാൻ പേടിയാവണ്. നോക്കി അടിയിൽ എന്തൊരു ചെറുതാ നോക്കിയ സാധനങ്ങൾ. എന്റെ ദൈവമേ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടാ. 5000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും നഷ്ടമില്ല. ഓ കുലിക്കണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ കുലിങ്ങനടക്കെ? ഒരു ടർബുലൻസ് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഫ്ലൈറ്റ് ഇങ്ങനെ ഇത് ആവുമ്പോഴേ ചെറിയൊരു കുലുക്കം വരുന്നുണ്ട്. ദൈവം ഇതൊക്കെ മറ്റേ വണ്ടർലയിലൊക്കെ റൈഡ് പോണ പോലെ കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പ് സാധനം സീൻ. ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ആക്ച്വലി നിൽക്കണത് ഇങ്ങനെയാണ് കേട്ടോ. ഫ്ലൈറ്റ് നിൽക്കണേ ഒരു 60 ഡിഗ്രി 40 ഡിഗ്രി ഈ ഒരു ഇതിലേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബാക്കോട്ട് ചാഞ്ഞിട്ടാണ് നിൽക്കണേ. ബാക്കോട്ട് ചാഞ്ഞിട്ട് ഇടയ്ക്ക് മേഘങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ദൈവമേ താഴോട്ട് നോക്കുമ്പോൾ പേടിയാവണം കേട്ടോ. സംഭവം. ഓഫ് ഒരു എക്സ്പീരിയൻസ്. ആ സാധനം കയറുന്ന അനങ്ങുണ്ട് കേട്ടോ. അതൊക്കെ കയറുന്ന അനങ്ങുണ്ട്. എൻ്റെ ദൈവമേ കൊള്ളാം. ആ ഒരു ഫീല് സീനാണ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല. ഗൈസ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന സൺഗ്ലാസിൻ്റെ പവർ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംഫേർട്ടേ എൻ്റെ ദൈവമേ സുഖമായിട്ട് നോക്കാൻ പറ്റൂട്ടാ. എനിക്ക് ഈ സാധനം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം സൺഗ്ലാസിൻ്റെ നമ്മൾ വെയിലത്ത് വെക്കണമെന്നല്ല, ഇപ്പോൾ ആകാശത്ത് എത്തിയപ്പോഴും എനിക്ക് പെട്ടെന്ന് അത് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ നോക്കി ഗൈസ് മേഘങ്ങൾ നോക്കി. വെള്ളച്ചാട്ടം പോലെ കേട്ടോ മേഘങ്ങൾ. വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റിൽ രൂപങ്ങൾ എന്നൊക്കെ പറയില്ലേ. ഓഫ് അടിപൊളി മേഘങ്ങൾ. കൊള്ളാം. എന്തൊക്കെ ഷേപ്പുകളിൽ നിൽക്കുന്നത് നോക്കിയ മേഘങ്ങൾ. ഓ പഞ്ഞിക്കെട്ട് പോലെ. ദൈവം ഇപ്പോൾ ഏകദേശം സ്റ്റേബിൾ ആയതുകൊണ്ട് കേട്ടോ. അടിയിൽ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഉറുമ്പിൻ്റെ പോലെയൊക്കെ പറയണ പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മേഘങ്ങൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള മേഘങ്ങൾ നിൽക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തത് 1:40 ഇപ്പോൾ സമയം 2:45. 3:40 ലാൻഡ് ചെയ്യണത്. ഡിപ്പാച്ചർ അവിടെ എത്തണത്. ഞാൻ ആക്ച്വലി കുറച്ച് നേരം കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. എൻ്റെ സീറ്റിൻ്റെ ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഞാൻ പയ്യോടെ കാല് കയറ്റി വെച്ച് പയ്യോടെ കിടന്ന് ഉറങ്ങാമല്ലോ, വേറെ ഇതൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ചുമ്മാ കിടക്കുമായിരുന്നു കേട്ടോ.
അപ്പോൾ ഒരു സമാധാനം. ഞാനാണെങ്കിൽ 2 ദിവസമായിട്ട് ഉറക്കവും ശരിയായിട്ടില്ല എൻ്റെ. അപ്പോൾ സ്മൂത്താണ്, പക്ഷേ ലാൻഡിങ്ങും കയറ്റവും ഇറക്കവും കുറച്ച് പാടാട്ടാ. അപ്പോൾ ചുമ്മാ ഇനി റെസ്റ്റ് എടുക്കുക. ഇനി ലാൻഡിങ് ആണ് എനിക്ക് പേടി. കയറ്റം കയറി വന്നത് കുറച്ച് ഇതായിരുന്നു കേട്ടോ, ടർബുലൻസ് ഉണ്ടായിരുന്നു, ആ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് ഇതും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ നോക്കി നോക്കാം കേട്ടോ. ഗൈസ്, നമ്മൾ നേപ്പാൾ ഇതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഗ്രാമം, വലിയൊരു ഇത് പാടം, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബിൽഡിങ്ങുകൾ. എനിക്ക് അങ്ങനെ തോന്നണത് കേട്ടോ. അങ്ങനെ ഒരു സിറ്റിയുടെ ഉള്ളിൽ കുറച്ച് പാടം എന്നല്ല, ഒരു ഗ്രാമം എന്നല്ല, വലിയൊരു ഗ്രാമം, ലൈക്ക് അങ്ങനെ ഒരു ഇതുകളാണ് കേട്ടോ. ഒരു വലിയൊരു പാടശേഖരം, അതിൻ്റെ ഉള്ളിൽ കുറച്ച് വീടുകൾ വെച്ച് എങ്ങനെ ഇരിക്കുക, അങ്ങനെയുണ്ട് എനിക്ക് മേലെന്ന് തോന്നണത്. കൂടുതലും പാടം അങ്ങനത്തെ ഇതുകളൊക്കെയാണ്. ബിൽഡിങ്ങുകളൊക്കെ നോക്കി ഇവിടെ നിന്ന്, ബിൽഡിങ്ങുകളൊക്കെ അടിപൊളി കേട്ടാ. ഇപ്പോൾ കുറച്ച് മണിയും അടുത്തടുത്തായി വരുന്നുണ്ട് കേട്ടാ, താന്ന് വരുന്നുണ്ട് സിറ്റി. ഓ നൈസ് ഗൈസ്, നേപ്പാൾ അടിപൊളി കേട്ടാ. വരുന്നുണ്ട് കേട്ടോ, പക്ക ഒരു സിറ്റി. ലാൻഡിങ് ആണ് ഗൈസ്, ലാൻഡിങ് ആണ്. റൺവേ കണ്ടു തുടങ്ങി കേട്ടോ. സ്മൂത്തായാൽ മതിയായിരുന്നു. ഓ, ആ ബാക്കിലത്തെ ആ സാധനമൊക്കെ പൊങ്ങിയിട്ടാ, അതിൻ്റെ ബാക്കിലത്തെ ഇതൊക്കെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ. ലാൻഡിങ് കുഴപ്പമില്ല കേട്ടോ, ലാൻഡിങ് ചെറിയൊരു ഇതുണ്ടെന്നുള്ളൂ, ചെറിയൊരു ആട്ടം ഉണ്ടെന്നുള്ളൂ, കുഴപ്പമില്ല, അടിപൊളിയാണ്. പക്ഷേ ഫ്ലൈറ്റ് എടുത്തത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല സാധനം. ലാൻഡിങ് അടിപൊളിയാണ് ഗൈസ്. എന്തോ ആൾക്കാരെല്ലാവരും എടുത്തെടുത്ത് ഓടുന്നുണ്ട് കേട്ടോ, ബാഗ് കാര്യങ്ങളൊക്കെ. എനിക്ക് എന്താണെന്ന് അറിയില്ല, അവിടെ തുറന്നിട്ടില്ല, പക്ഷെ എല്ലാവരും വേഗം എടുത്ത് ഓടുന്നുണ്ട്. ബ്രിഡ്ജ് കണക്ട് ചെയ്യണുള്ളൂ കേട്ടോ. അതെ, ഇറങ്ങാനുള്ള സ്റ്റെപ്പില്ല. എനിക്ക് തോന്നുന്നത് ബസ്സിൽ കയറി പോണ്ടി വരുന്നു കേട്ടോ. അടിപൊളി, അതാകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. നൈസ്. വേറെ ഏതോ എയർലൈനിൻ്റെ ആണ് കേട്ടോ. എയർലൈനിൻ്റെ ബ്രിഡ്ജ് ഇതാണ് കണക്ട് ചെയ്യണത്, ആ സ്റ്റെപ്പുകൾ. ത്രിഭുവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സംഭവം കൊള്ളാം കഴിച്ചു. കാരണം ഇനി ആക്ച്വലി എല്ലാവരും എണീറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടോ ധൃതിയിൽ പോകാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് പയ്യൊക്കെ എണീറ്റ് പോയാൽ മതി. ഒരു ധൃതിയില്ല എനിക്ക് തിരിച്ചു പോയിട്ടിട്ടാ. തുറന്നിട്ടില്ല, പക്ഷേ എല്ലാവരും എണീറ്റ് നിൽക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന്. 2 പേര് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കണത് കണ്ടിട്ട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ മനസ്സിലായ യൂട്യൂബർ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് 1-2 പേര് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു കേട്ടാ. അപ്പോൾ ഞാൻ മാത്രം ട്രെയിൻ പോണ സമയത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ നമ്മുടെ ബാഗും കാര്യങ്ങളും എടുത്തു. എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോയെന്ന് നോക്കാം കേട്ടോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലേ. ബസ്സും ട്രെയിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പ്ലെയിൻ്റെ കാര്യം എനിക്ക് അറിയില്ല. സോ നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കൾ. വെൽക്കം. ഓ, ഞാൻ വിചാരിച്ചോണം തന്നെ കേട്ടോ. സാധനം ഇങ്ങനെ തുറന്നിട്ടാണ്. കൊള്ളാം. എൻ്റെ അമ്മ തണവുണ്ട് കേട്ടോ. സാധനം തണവുണ്ട്. ഓ, ഇത്ര സൗണ്ട് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത്യാവശ്യത്തിന് പുറത്ത് നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ ട്രെയിനല്ല, പ്ലെയിനിൽ ഈ എൻജിനൊക്കെ ഇത്ര സൗണ്ട് ഉണ്ട് ഞാൻ എപ്പോഴും അറിഞ്ഞ്. എൻ്റെ അമ്മേ, നല്ല സൗണ്ട് ഉണ്ട്. നമ്മൾ എല്ലാം എടുത്തു. എയർപോർട്ടിൽ നിന്ന് നേപ്പാൾ എയർലൈനിൻ്റെ ഒരു ഇതിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് സീറ്റൊന്നും ഉണ്ടാവുന്നില്ല. സീറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ പിടിക്കാം. ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ പിടിക്കാം. അല്ലെങ്കിൽ ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്. അവർ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിലും സാധനം വെയിറ്റ് ഉണ്ട്. ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലെത്തിക്കാം. കൊള്ളാം ഗൈസ്. വീണ്ടും സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നില്ല. ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി സിം എടുക്കണം, അങ്ങനത്തെ ഇവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല ചേട്ടൻ, എന്നൊന്നും ചോദിച്ചില്ല. ബോർഡിംഗ് പാസ് കാട്ടി, പിന്നെ പാസ്പോർട്ട് ചോദിച്ചു. പാസ്പോർട്ട് കാട്ടി കൊടുത്തു. വേറെ ഒന്നും പ്രത്യേകിച്ച് കാട്ടി കൊടുത്തൊന്നുമില്ല. ID പ്രൂഫോ അങ്ങനെയൊന്നും കാട്ടുന്നില്ല. പാസ്പോർട്ടിൽ സീൽ വെച്ചു, ആദ്യത്തെ യാത്രയുടെ സീൽ വെച്ചു കേട്ടോ. എറായിവോട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ തിരിച്ചു പോണത് റോഡ് മാർഗ്ഗമാണ്, അതെനിക്കറിയില്ല കേട്ടോ. ഇനി അടുത്തത് സെക്യൂരിറ്റി ചെക്കാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞു, അടുത്തത് സെക്യൂരിറ്റി ചെക്ക്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇതാണ് ലഗേജിൻ്റെ ആ ബെൽറ്റ് വരണത് കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ബെൽറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സാധനത്തിൽ കൂടെയാണ് നമ്മൾ ഓരോ ലഗേജും കാര്യങ്ങളൊക്കെ വരണത് എടുക്കുക കേട്ടോ. നല്ല ഷേപ്പിൽ ഇങ്ങനെ ബെൽറ്റ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് വരണത്. അപ്പോൾ നമ്മൾ ഫൈനലി നേപ്പാൾ കാഠ്മണ്ഡുവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം. വരുന്ന സമയത്ത് ഹൈദരാബാദിൽ നിന്നുള്ളൊരു ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ. ആള് ആക്ച്വലി ആവേശം സിനിമ കണ്ടിട്ട് അടിപൊളി പടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. ഞാൻ ഞെട്ടിപ്പോയത് ഈ സിനിമയൊക്കെ അമ്മാതിരിയാണ് ഇപ്പോഴത്തെ സിനിമകളുടെ ഇതൊക്കെ
പോണത് കേട്ടോ. ഹെവി പടങ്ങളാണ് ഇപ്പോൾ എല്ലാം ഇറങ്ങണത്. ഇനി നമ്മൾ എയർപോർട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഫുള്ള് ഇതുകളും കാര്യങ്ങളൊക്കെ. ബാങ്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ബാങ്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്നുണ്ട് കേട്ടോ. ക്യാഷും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്നുണ്ട്. ഞാൻ ആക്ച്വലി $100 കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഇവിടെ എടുത്തിട്ടില്ലെങ്കിൽ ഡോളർ എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്തിട്ട് നമുക്ക് മാറ്റാം, എന്നിട്ട് സിം എടുക്കാം. ഇത് വന്നു യെറ്റി മണി എക്സ്ചേഞ്ചിൽ ചെയ്തു കേട്ടോ. 13,000 രൂപ തന്നു ഇവർ. ഇന്ത്യൻ മണി എടുക്കില്ല, ഡോളർ മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ അതേ ഇവിടെ സിമ്മ് ഉണ്ട് കേട്ടോ. എൻസെല്ലിൻ്റെ സിമ്മ് എല്ലാവരും ഇതിനെ എടുക്കണമെന്ന് കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻസെല്ലിൻ്റെ സിമ്മും എടുക്കണം. 13,000 രൂപ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേപ്പാളി പേയ്മെൻറ്റ് ഞാൻ കാട്ടിത്തരാം. ഇതാ എൻസെല്ലിൻ്റെ സിം എടുത്തു, പേയ്മെൻറ്റ് എടുത്ത് പുറത്ത് പോകാം കേട്ടോ. ഇനി ഇത് റീചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ കേട്ടോ. പത്താവോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഊബർ വിളിക്കാൻ, ഊബർ ടാക്സി, ബൈക്കുകാരനോ എല്ലാവരും വിളിക്കാൻ. ബൈക്കുകാരനെ വിളിച്ചാലേ കാര്യമുള്ളൂ. മറ്റേതൊക്കെ ഒരാൾക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. ബൈക്കാണ് നല്ലത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ബൈക്കുകാരനെ വിളിക്കാൻ കേട്ടോ. അതിന് ഈ കൗണ്ടർ ഫുള്ള് തീരണം, എന്നാലാണ് നമുക്ക് ഇതെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല തിരക്കുണ്ട്. എല്ലാവരും കൂടുതലും എവറസ്റ്റ് ബേസ് ക്യാമ്പ് 55,000 രൂപ, 60,000 രൂപയ്ക്കൊക്കെ ബേസ് ക്യാമ്പ് വരും. ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം 1 ലക്ഷം രൂപ വരും കേട്ടോ. ബേസ് ക്യാമ്പ് ക്ലിയർ അല്ലേ? ഓക്കെ. ബേസ് ക്യാമ്പ് 1 ലക്ഷം രൂപ വരും. അങ്ങനെ കുറേ പേരുണ്ട്. ഹൈദരാബാദിൽ നിന്ന് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, ഒരു ചേച്ചീനെ പരിചയപ്പെട്ടു. അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. സോളോ ആയതുകൊണ്ട് സോളോ ആയിട്ട് ചെയ്യണവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ എൻസെല്ലിൻ്റെ സിം എടുത്തിട്ട് ബാക്കി പരിപാടികൾ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങണം കേട്ടോ. എയർപോർട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കാണാൻ. അങ്ങനെ സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ടു. അതേ റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നു. 500 രൂപയാണ് സിമ്മിന് വാങ്ങിയിട്ടാ. നമ്മുടെ ഫോട്ടോ കയ്യിലില്ലെങ്കിൽ അവർ എക്സ്ട്രാ ഒരു 50 രൂപ കൂടുതൽ വാങ്ങും. 550 രൂപ വാങ്ങും. ഈ 500 രൂപയാണ് ഇവിടുത്തെ 500 രൂപ. നേപ്പാളി കറൻസി 500 രൂപയാണ് വാങ്ങിയത്. പിന്നെന്താ പറയാനുള്ളത്? ഫോട്ടോ ഇല്ലെങ്കിൽ ഇത് വാങ്ങും. പിന്നെ എന്തൊക്കെ പറയേണ്ടായിരുന്നല്ലോ. അങ്ങനെ ഫൈനലി ഇവിടെ എത്തി. ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. എൻസെല്ലിൻ്റെ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ചെന്ന് പോയി നിന്ന്. ഞാൻ എല്ലാ എയർപോർട്ടിലും വെച്ചിട്ട് ചെയ്ത് കേട്ടോ. പുറത്ത് ബാങ്കിൽ എയർപോർട്ടാകുമ്പോൾ കുറച്ചുകൂടി വിശ്വസിക്കാമല്ലോ. പുറത്ത് ഇങ്ങനെയാണെന്ന് അറിയില്ല. ആൾക്കാർ പറ്റിക്കുക എന്താണെന്ന് പറ്റിക്കില്ല, നല്ലത് തന്നെയാണ് ഇത് കേട്ടിരിക്കുന്നത്. എന്നാലും എയർപോർട്ടിൽ നിന്ന് തന്നെ എല്ലാം മാറി. ഇവിടെ എല്ലായിടത്തും എൻസെല്ലിൻ്റെ കൗണ്ടർ ഉണ്ട് കേട്ടോ. ഞാനും എടുത്തിരിക്കുന്നത് എൻസെല്ലിൻ്റെ ഒരു സിമ്മാണ്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നടന്നിട്ട് സിറ്റിയിലേക്കൊന്ന് നടക്കാം. കുറച്ച് നടന്നിട്ട് നമുക്കിത് വാങ്ങാം കേട്ടോ. ഇതാണെന്ന് തോന്നുന്നുണ്ട് എയർപോർട്ട്. ഇല്ല, എയർപോർട്ടിൻ്റെ ഇതും പേര് തോന്നില്ല കേട്ടോ. എൻട്രൻസ് വേറെ വല്ലയിടത്തും ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ആക്ച്വലി നമ്മുടെ പരിപാടി ഒരു കുറച്ച് ആൾക്കാരെ ഇവിടെ മീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യൽ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. ആളെ മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ കൊണ്ട് മൗണ്ടൻ ബൈക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം മനസ്സിൽ എന്നെ സംബന്ധിച്ച്, ഞാൻ എന്ന് പറയണത് സൈക്കിള്, ഫാമിലി, ട്രാവല് ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരാം. അതുകൊണ്ട് തന്നെ നേപ്പാൾ, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മൗണ്ടൻ ബൈക്കിംഗ്, ഇവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മൾ ഡ്രീം ചെയ്തിട്ടുള്ള ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറുപ്പം തൊട്ടേ വീഡിയോസ് മാത്രം കണ്ടിട്ടുള്ള അതൊക്കെ റിയൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. കുറേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. സോ കീപ് സപ്പോർട്ടിങ്. എല്ലാ ദിവസവും വീഡിയോ 6 മണിക്ക് വരും കേട്ടോ. അല്ലെങ്കിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ കൂടുതൽ ഇതുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ ഇട ദിവസങ്ങളിലെല്ലാം ഇടും. സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ പത്താവോ എന്ന് പറഞ്ഞുള്ള ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിന്ന് ആക്ച്വലി ബൈക്ക് റെൻറ്റിനെടുത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് 6 കിലോമീറ്ററാണ് ഉള്ളത്. അവിടെ പോവുക, റെസ്റ്റ് എടുക്കുക. ഫസ്റ്റ് ഡേ ഇൻ നേപ്പാൾ അടുത്ത വ്ളോഗായിട്ട് വരാം. എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് വ്ളോഗ് മിക്കതും ആ ഒരു വ്യക്തിനെ കണ്ടുമുട്ടാനുള്ള ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആരാണ് ആ വ്യക്തി എന്ന് മലയാളി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ നേപ്പാൾ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.